നമസ്കാരം. മഹാരാഷ്ട്രയിലെ മഹാനാടകങ്ങൾ ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നു ഉദ്ധവ് താക്കറെ എന്നുള്ളതാണ് ഏറ്റവും പുതിയത്. മതേതര സർക്കാരിൽ നിന്ന് പുറത്തു വരണമെന്നാണ് വിമതനായ ഷിൻഡെയുടെ ഏറ്റവും ഒടുവിലത്തെ വാദം. ഇങ്ങനെ മഹാനാടകം പുരോഗമിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ കാണാം. മഹാരാഷ്ട്രയിൽ രാജ്യസന്നദ്ധത അറിയിച്ചു മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. തീരുമാനം ശിവസേനയുടെ 34 MLA-മാർ വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി പ്രതിസന്ധി തീർക്കണമെന്ന് ശരത് പവാറിന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം. എ ഖാദർ RSS പരിപാടിയിൽ പങ്കെടുത്തതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അതൃപ്തി. ആരെങ്കിലും വിരുന്നിന് വിളിച്ചെടുത്തെല്ലാം പോകേണ്ട കാര്യമില്ലെന്ന് സാദിഖ് അലി തങ്ങൾ. പരിശോധിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. നടപടി ശരിയായില്ലെന്ന് മുനീർ. പ്രതികരിക്കാതെ VD സതീശൻ. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ സോണിയാഗാന്ധി നാളെ EDക്ക് മുമ്പാകെ ഹാജരാകില്ല. EDക്ക് മുമ്പാകെ എത്ര മണിക്കൂർ ഇരിക്കാനും തയ്യാറെന്ന് രാഹുൽ ഗാന്ധി. പയ്യന്നൂർ വിഷയത്തിന്റെ പേരിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന് A വിജയരാഘവൻ. പയ്യന്നൂരിലെ CPIM പ്രവർത്തകർ ഒറ്റക്കെട്ടായി പാർട്ടിക്കൊപ്പമുണ്ടെന്നും A വിജയരാഘവൻ. പാകിസ്ഥാൻ ബാറ്റിംഗ് ഇതിഹാസം സഹീർ അബ്ബാസ് ലണ്ടനിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ. ICUവിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന്. രഞ്ജി ട്രോഫി ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ മുംബൈക്ക് ബാറ്റിംഗ് തകർച്ച. യശ്വന്ത് ജയ്ഹാളിന് അർദ്ധ സെഞ്ചുറി. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ മുംബൈ 5 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസ് എന്ന നിലയിൽ. മഹാരാഷ്ട്രയിലെ അനിശ്ചിതത്വം. മഹാരാഷ്ട്രയിൽ സർക്കാർ ഏതാണ്ട് വീണു എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യസന്നദ്ധത അറിയിക്കുന്നു ഉദ്ധവ് താക്കറെ. ഒപ്പം പരിഹാര നിർദ്ദേശം പോലും ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി നീങ്ങാമെന്നാണ്. പക്ഷേ ഷിൻഡെ കൃത്യമായി BJPയുടെ കൈകളിലാണെന്ന സൂചന ഒടുവിലും നൽകുന്നു. ഏറ്റവും ഒടുവിലുള്ള ഷിൻഡെയുടെ പ്രതികരണം ഇതാണ്: മതേതര സർക്കാരിൽ നിന്ന് പുറത്തു വരണം എന്നാണ്. അതായത് BJPക്കൊപ്പം സർക്കാർ രൂപീകരിക്കണം എന്ന ആവശ്യത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ശിവസേന രണ്ടായി പിളരും എന്നതിൻ്റെ സൂചന കൃത്യമാക്കുന്നു എന്നുള്ളതാണ്. രാജ്യസന്നദ്ധ അറിയിക്കുന്നു. ഔദ്യോഗിക വസതി ഉദ്ധവ് താക്കറെ വിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ വാർത്താ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേഷൻ. നമുക്ക് മഹാരാഷ്ട്രയുടെ കാര്യമൊന്ന് നോക്കാം. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിൽ 287 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഒരംഗം മരിച്ചതിനെ തുടർന്ന് 287 പേർ. ഇതിൽ BJPക്കുള്ളത് 106 സീറ്റുകളാണ്. ശിവസേനയ്ക്ക് ആകട്ടെ 56 സീറ്റുണ്ട്. ആ ഒരാൾ മരിച്ചതിൻ്റെ കുറവാണ്. 55. കോൺഗ്രസിനാകട്ടെ 44 സീറ്റും NCPക്ക് 53 സീറ്റും CPIMന് 1 സീറ്റും മറ്റുള്ളവർ 16 എന്നിങ്ങനെയാണ് ഈ കക്ഷി നിലയെ ഏകദേശം ഓടിച്ചു നോക്കുമ്പോൾ. മറ്റ് ഉള്ളവർ 16 പേരുണ്ട്. ഇപ്പോൾ ഷിൻഡെയ്ക്ക് കത്തയച്ചിരിക്കുന്നത് ഷിൻഡെയ്ക്ക് പിന്തുണയുമായി ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നത് 34 പേരാണ്. പക്ഷേ 46 പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ്, സ്വതന്ത്രരടക്കം 46 പേരുടെ പിന്തുണയുണ്ടെന്നാണ് ഷിൻഡെയുടെ വാദം. ഷിൻഡെ ഏറ്റവും ഒടുവിലായി പറയുന്നത് BJPക്കൊപ്പം സർക്കാർ രൂപീകരിക്കണമെന്നതിൻ്റെ ധ്വനിയാണ്. അതായത് മതേതര സർക്കാരിൽ നിന്ന് പുറത്തു വരണം, ഹിന്ദുത്വ അജണ്ടയായ ശിവസേന നീങ്ങണം, ആ അർത്ഥത്തിൽ പോകണം, ഈ മതേതര സർക്കാരിനോട് യോജിപ്പില്ല, ഇതാണ് ഷിൻഡെ പറയുന്നത്. പക്ഷേ ഷിൻഡെ ഗുജറാത്തിലാണ്, MLA-മാരുമൊത്ത് ഗുജറാത്തിലാണ്. അതിൽ BJPയുടെ കൃത്യമായ കരങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് വ്യക്തമാകുന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലും എത്തുന്നത്. പക്ഷേ BJP ഇതുവരെ അത് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു പ്രത്യേകത. മറ്റുള്ള ഓപ്പറേഷൻ താമരയിൽ നിന്നുള്ള പല വ്യത്യാസവും ഉണ്ട്. കാരണം അതിൻ്റെ ശിവസേനയെ ആ അർത്ഥത്തിൽ BJP ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആ ഭയപ്പാടുകൾക്കൊക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങളെന്ന് ഇന്ന് വളരെ ദുർബലനായ ശരീരഭാഷയിലാണ് ഉദ്ധവ് താക്കറെ രംഗത്തെത്തി പറഞ്ഞത്. ബാൽ താക്കറെയുടെ മകൻ എന്ന നിലയിൽ ഉള്ള ഒരു ആത്മവിശ്വാസവും മഹാരാഷ്ട്ര ജനതയോട് കാണിക്കാൻ
ഒരിക്കലും ഉദ്ധവ് താക്കറെക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രധാനം. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവിലും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉദ്ധവ് താക്കറെ ഔദ്യോഗിക വസതി ഒഴിയുന്നു, ഒപ്പം ഷിൻഡെ ഈ അർത്ഥത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ മഹാരാഷ്ട്രയിലേത് അറിയേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ രാജ്യസന്നദ്ധയെ അറിയിച്ച മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ശിവസേനയുടെ 34 MLA-മാർ വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് ഈ തീരുമാനം. ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രേംലാൽ മുംബൈയിൽ നിന്നും ചേരുകയാണ്. പ്രേംലാൽ, അതായത് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ഔദ്യോഗിക വസതി വിടുന്നു. ഉദ്ധവ് താക്കറെയുടെ വീടിന് മുന്നിൽ ശിവസേന പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നു. ഷിൻഡെ ഈ അർത്ഥത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഒരു സമവായം എന്ന നിലയിൽ ശരത് പവാർ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഒരു റെമഡി എന്നത് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി മതേതര സർക്കാരിനെ സംരക്ഷിക്കാമെന്നുള്ളതാണ്. ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്താണ് അവിടെ നിന്ന്? ശരിയാണ് അജിംഷ, അനിശ്ചിതത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. ഫേസ്ബുക്ക് ലൈവിൽ സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി സംസാരിച്ചതിന് തൊട്ടുപുറകെ പവാറും സുപ്രിയ സുലെയും സഖ്യകക്ഷി നേതാക്കളും ഔദ്യോഗിക വസതിയായ വർഷയിലെത്തി ഉദ്ധവിനെ കാണുകയുണ്ടായി. ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നിർദ്ദേശമാണ് NCP അധ്യക്ഷൻ ശരത് പവാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ അംഗബലം കുറഞ്ഞ സാഹചര്യത്തിലാണ് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മറാത്ത നേതാവിന്റെ പുതിയ നിർദ്ദേശം. എന്നാൽ മഹാവികാസ് അഘാടി സഖ്യവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെ. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉദ്ധവ് താക്കറെ തന്റെ ഔദ്യോഗിക വസതിയായ മുംബൈയിലെ വർഷ ബംഗ്ലാവ് ഉടൻ തന്നെ ഒഴിയാൻ ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം താക്കറെയുടെ ബാന്ദ്രയിലെ വസതിയായ മധോസ്ട്രയിലേക്ക് മടങ്ങുവാനാണ് തീരുമാനം. അതേസമയം ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വസതിയിൽ നടന്ന യോഗം കഴിഞ്ഞ് ഇറങ്ങിയ BJP MLA-മാർ ഏക്നാഥ് ഷിൻഡെയുമായി സംസാരിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശിവസേനയിലെ ആഭ്യന്തര കലഹത്തിൽ ഇടപെടാനില്ലെന്ന നിലപാടിലേക്കാണ് BJP ചുവടുമാറിയിരിക്കുന്നത്. സർക്കാർ സ്വയം താഴെ വീഴും, ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നാണ് BJP നേതാവ് റാവു സാഹിബ് ദൻവെ പറഞ്ഞത്. ശിവസേനാനികളിൽ ഷിൻഡെക്കെതിരെ ഉയർന്നിരിക്കുന്ന വിദ്വേഷം വിമതർക്കിടയിൽ മാത്രമല്ല BJP പ്രേംലാൽ, ഈ മഹാ അഘാടി സർക്കാരിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇനി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ നടക്കുമോ? കാരണം അദ്ദേഹം വളരെ നിരാശനായി, അദ്ദേഹം വളരെ ദുർബലനായി, ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നു, അയാൾ ഒഴിയുന്നു. അദ്ദേഹം പറഞ്ഞത് രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ്. ഇനി ഷിൻഡെയെ വെച്ചുകൊണ്ട് ഈ സർക്കാർ തുടർന്നു കൊണ്ടുപോവുക എന്ന ശരത് പവാറിന്റെ നീക്കങ്ങൾക്ക് ഉദ്ധവ് താക്കറെയുടെ കേന്ദ്രങ്ങൾ എത്ര കണ്ട് പിന്തുണ പ്രഖ്യാപിക്കും? 1. 2, ഉദ്ധവ് താക്കറെ ഈ അർത്ഥത്തിൽ ഔദ്യോഗിക വസതി വിട്ടോ? ആ വാർത്തകൾ ശരിയാണോ? വിടുവാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. മിക്കവാറും നാളെ രാവിലെ തന്നെ അദ്ദേഹം മധോസ്ട്രയിലേക്ക് മടങ്ങുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ ചാണക്യബുദ്ധിയും മറാഠ നേതാവ് ശരത് പവാറിന്റെ നീക്കങ്ങളുമായിരിക്കും വരും മണിക്കൂറുകളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുവാൻ പോകുന്നത്. ശിവസേന ഹിന്ദുത്വവാദം വെടിഞ്ഞിട്ടില്ലെന്നും ബാൽ താക്കറെയുടെ പാതയാണ് ഇപ്പോഴും തുടരുന്നതെന്നുമാണ് ഉദ്ധവ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുകയുണ്ടായി. എന്നാൽ പകരം ഒരു ശിവസൈനികൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഉറപ്പാക്കണമെന്ന നിബന്ധനയും താക്കറെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ നീക്കത്തെ വെട്ടിലാക്കുന്നതാണ് ഈ നിബന്ധന. കാരണം അട്ടിമറിയിലൂടെ അധികാരം കൈയടക്കാനുള്ള BJP നീക്കത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം അധികാരമോഹത്തിനായി തന്നെ വളർത്തിയ പാർട്ടിയെ പുറകിൽ നിന്ന് കുത്തിയ ഷിൻഡെക്കുള്ള ചുട്ട മറുപടി കൂടിയാണ് ഈ നിബന്ധന. പ്രേംലാൽ, അതായത് ഈ മുംബൈ നഗരം ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെ ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് ശിവസേനയുടെ ഒരു പരിച്ഛേദമാണ്. അവിടം എങ്ങനെയാണ്? ശിവസേനയിലെ അടിത്തട്ടിലെ സാധാരണ പ്രവർത്തകർ ആർക്കൊപ്പമാണ്? എന്ത് സന്ദേശമാണ്? കാരണം ഹിന്ദുത്വ എന്ന അജണ്ടയാണല്ലോ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഷിൻഡെ. അവരുടെ പിന്തുണ ആർക്കൊപ്പമാണ്? തീർച്ചയായും ഷിൻഡെക്കെതിരെ വലിയൊരു വിദ്വേഷ വികാരം പ്രകടമാണ്. ശിവസേന ഭവന് മുമ്പിൽ 2 ദിവസമായി അണികളുടെ പ്രതിഷേധങ്ങൾ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഷേധം തന്നെയാണ് BJP-യെയും കൂടുതൽ ആശങ്ക ഉയർത്തിയിരിക്കുന്നത്. കാരണം മറ്റൊരു കലാപത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ളൊരു സംശയവും അവർക്കുണ്ട്. ഈ പവാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നടപടിയുമായി ഷിൻഡെ മുന്നോട്ട് പോയാൽ അത് വലിയ കലാപത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരമൊരു സാഹസത്തിന് വിമതർ തയ്യാറാകുമോ എന്നതും കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ഉദ്ധവ് രാജിവെക്കില്ല എന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവ് രാജിവെക്കില്ലെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏക്നാഥ് ഷിൻഡെയെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ശരത് പവാർ, മറാഠയിലെ വളരെ ശക്തനായ ഒരു നേതാവാണ് ശരത് പവാർ, അദ്ദേഹത്തിന് അതിൽ വിജയം കാണാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ശിവസേന പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മതേതര സർക്കാരിൽ കോൺഗ്രസിനും NCP-ക്കും വലിയൊരു വെല്ലുവിളിയുണ്ട് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രസക്തമല്ലെങ്കിൽ പോലും, കാരണം ഹിന്ദുത്വമാണ് തങ്ങളുടെ അജണ്ട എന്ന് ഉറക്കെ പറയുകയാണ് ഉദ്ധവ് താക്കറെ.
ഈ ഒരു ഘട്ടത്തിൽ മതേതര സർക്കാരുമായി ഇവർക്ക് മുമ്പോട്ട് പോകുന്നത് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ഈ രണ്ട് പാർട്ടികൾക്കും വലിയ തിരിച്ചടികൾ ലഭിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? ഒന്ന്. രണ്ട്, ഈ ഫട്നാവിസിൻ്റെയും BJP-യുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രേംലാൽ? ഫട്നാവിസ് തീർച്ചയായും വലിയൊരു വെട്ടിലായിരിക്കുകയാണ്. കാരണം അദ്ദേഹം BJP-ക്ക് കൊടുത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് തന്നെ ആയിരിക്കണം. 34 MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 10 പേരുടെ പിന്തുണ കിട്ടിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഇതിൽ തുടരാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ വൈകിട്ട് വിളിച്ചു ചേർത്ത ഉദ്ധവ് താക്കറെ MLA-മാരെ വിളിച്ചു ചേർത്ത യോഗം റദ്ദാക്കിയിരുന്നല്ലോ. അതിന്റെ കാരണം MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനാകില്ല എന്ന ആത്മവിശ്വാസക്കുറവ് തന്നെയല്ലേ, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ? അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യോഗം റദ്ദാക്കിയിട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ഒരുങ്ങിയത്. അത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സംവാദമായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ അദ്ദേഹം നടത്തിയത്. കാരണം തെറ്റായ മാർഗത്തിലൂടെ അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യ രീതിക്ക് യോജിച്ചതല്ലെന്നാണ് ഉദ്ധവ് താക്കറെ പറയാതെ പറഞ്ഞത്. താൻ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനല്ലെന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം പദവി ഒഴിയുമായിരുന്നല്ലോ എന്നായിരുന്നു ഉദ്ധവ് താക്കറെ വൈകാരികമായി പ്രതികരിച്ചത്. പക്ഷേ ഈ ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾക്ക് മറാഠ ജനതയുടെ ഇടയിൽ വലിയ അർത്ഥത്തിൽ പിന്തുണ ലഭിക്കുമോ? എങ്ങനെയാണ് പ്രേംലാലിന്റെ ഒരു അനുഭവത്തിൽ? തീർച്ചയായും ശിവസൈനികർ എന്ന് പറഞ്ഞാൽ ശിവസേനയിലൂടെ ശിവസേന വളർത്തിയതാണ് ഏക്നാഥ് ഷിൻഡെയെ. അതുകൊണ്ട് ഏക്നാഥ് ഷിൻഡെക്ക് ഉള്ള ഏക്നാഥ് ഷിൻഡെയോട് ഫേസ്ബുക്ക് ലൈവിലൂടെ അദ്ദേഹം പറഞ്ഞത് പകുതിയും ഏക്നാഥ് ഷിൻഡെയോട് നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം വിശ്വസ്തനാൽ വഞ്ചിക്കപ്പെട്ടതിന്റെ വേദന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നമുക്ക് വളരെ പ്രകടമായിരുന്നു. അതെല്ലാം ഏക്നാഥ് ഷിൻഡെ എന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ബാൽ താക്കറെയുടെ ആശ്രിതനായിട്ടായിരുന്നു ഏക്നാഥ് ഷിൻഡെ. ഈ ഏക്നാഥ് ഷിൻഡെയുടെ ഇപ്പോഴത്തെ നിലപാട് എന്തെങ്കിലും അറിയുന്നുണ്ടോ? അദ്ദേഹം ഗുജറാത്തിൽ തന്നെയാണോ MLA-മാരുമായി ഇപ്പോഴും? അതെ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഒരു മതേതര സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഇതല്ല. കാരണം ഹിന്ദുത്വവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സർക്കാർ, അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. കോൺഗ്രസും NCP-യുമായിട്ടുള്ള ഒരു സഖ്യത്തിനും താൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇതുവരെ അദ്ദേഹം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ശരത് പവാറിന്റെ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്ധവ് താക്കറെയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ശരത് പവാർ ഏക്നാഥ് ഷിൻഡെ തീർച്ചയായും ശരത് പവാറിന് മഹാരാഷ്ട്ര ജനതയുടെ ഇടയിൽ വലിയ അർത്ഥത്തിൽ സ്വാധീനമുണ്ട്. അതൊരു പക്ഷേ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം. വരുന്ന മണിക്കൂറിലെ ഓരോ ഡെവലപ്മെന്റ്സും പ്രേംലാൽ അറിയാൻ പ്രേംലാലിനെ ബന്ധപ്പെടുകയും ചെയ്യാം. ശരി പ്രേംലാൽ, വിവരങ്ങളും വിശദാംശങ്ങളുമാണ്. മഹാരാഷ്ട്രയുടെ ഏറ്റവും പുതിയ സമഗ്രമായ വിവരങ്ങളാണ് പ്രേംലാൽ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ അകാരണമായി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലെത്തി. EDയെ ഭയപ്പെടുന്നില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്റെ ഒപ്പമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം സോണിയാഗാന്ധി നാളെ EDക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് നേതൃത്വം. കൂടുതൽ നേതാക്കളെ ദില്ലിയിലെത്തിച്ച് സമരം ശക്തമാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വേട്ടയാടൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടും ACC ആസ്ഥാനത്ത് സത്യാഗ്രഹം നടത്തി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ, സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. EDക്കും മോദി സർക്കാരിനും തന്നെ ഭയപ്പെടുത്താനാകില്ലെന്ന് രാഹുൽ ഗാന്ധി വേദിയിൽ പറഞ്ഞു. ED ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നില്ലെന്നും പ്രതിഷേധ പരിപാടിയിൽ രാഹുൽ വ്യക്തമാക്കി. कुछ दिन पहले मुझे ED ऑफिस में बुलाया गया. छोटा सा कमरा था. उस कमरे में राहुल गांधी के साथ कांग्रेस का हर नेता, हर कार्यकर्ता कमरे में बैठा था. അതേസമയം അഗ്നിപഥ് പദ്ധതി പിൻവലിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും രാഹുൽ വ്യക്തമാക്കി. നാഷണൽ ഹെറാൾഡ് കേസും അഗ്നിപഥ് വിഷയവും വ്യക്തമാക്കുന്ന ലഘുലേഖകൾ രാജ്യവ്യാപകമായി വിതരണം ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി ചടങ്ങിൽ പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള BJP അജണ്ടയുടെ ഭാഗമായാണെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് മത്സരം ഒഴിവാക്കാനുള്ള നീക്കമാണ് BJP ഇപ്പോൾ നടക്കുന്നത്. NDയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിനെ എല്ലാവരും പിന്തുണയ്ക്കണം എന്നതാണ്, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നതാണ് BJPയുടെ ഏറ്റവും പുതിയ ആവശ്യം. എന്നാൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല, മത്സരം വേണം, BJPയുടെ ധ്രുവീകരണത്തിനെതിരായ രാഷ്ട്രീയമായി പോരാടും എന്നൊക്കെയാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചത്. ദ്രൗപദിക്ക് കേന്ദ്ര സർക്കാർ Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു. ശനിയാഴ്ച ദ്രൗപദി മുർമു പത്രിക സമർപ്പിക്കും.
രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പ്രചരണം ശക്തമാക്കുകയാണ് NDAയും പ്രതിപക്ഷവും. ദ്രൗപദി മുർമുവിനെ എല്ലാവരും പിന്തുണയ്ക്കണമെന്നും പ്രതിപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കഴിയില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ധ്രുവീകരണത്തിനാണ് BJP ശ്രമിക്കുന്നതെന്നും അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും വ്യക്തമാക്കിയ യെച്ചൂരി പ്രതിപക്ഷ പാർട്ടികൾ ആദ്യം ചർച്ച നടത്തിയെന്നും എന്നാൽ പ്രതിപക്ഷ പാർട്ടികളോട് ചർച്ച നടത്താൻ BJP മന്ത്രിമാരെ നിയോഗിച്ചിട്ടും ദ്രൗപദി മുർമുവിന്റെ പേര് പറഞ്ഞിരുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. We've been asking the BJP and the government, saying that normally the consensus should be built, initiative must be taken by the government after we have declared our candidate. So now they are just doing this for optics, but their main purpose is to force a polarization. That is what they are doing everywhere in the country on every issue. On this also they want to force a polarization. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ദ്രൗപദി മുർമുവിന് കേന്ദ്ര സർക്കാർ Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി. 24-ന് ദ്രൗപദി പത്രിക സമർപ്പിക്കും. JDU, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി, രാംവിലാസ് പാസ്വാന്റെ LJP പാർട്ടികൾ ദ്രൗപദിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുവന്നു. അതേസമയം പ്രതിപക്ഷത്തെ ഏകോപിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് ജയറാം രമേശിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ യുവജന സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കണ്ണൂരിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനമാകെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. കാൽടെക്സ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തൊഴിലില്ലായ്മയും രാജ്യസുരക്ഷയും ബാധിക്കുന്ന പദ്ധതി പിൻവലിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് V വസീഫ് പറഞ്ഞു. ഇടത് യുവജന സംഘടനകൾ പറയുന്നു, രാജ്യത്തുടനീളം തൊഴിലിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അക്രമത്തിലൂടെ നേരിടാനാണ് പദ്ധതിയെങ്കിൽ ഈ കേരളത്തിനകത്ത് BJPയുടെ കേന്ദ്രമന്ത്രിമാരെ തെരുവിൽ തടയാൻ ഇടതുപക്ഷ യുവജന സംഘടനകൾ തയ്യാറാകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വരെയും സൂചിപ്പിക്കാനുള്ളത്. കോഴിക്കോട് മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. അഗ്നിപഥ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഏത് ശ്രമവും നടത്തുമെന്ന് RSSും രാജ്യം ഭരിക്കുന്നവരും കേന്ദ്രത്തിലെ സകല സന്നാഹവും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ വെല്ലുവിളിയെയും ഞങ്ങൾ നേരിടുമെന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സൈനിക റിക്രൂട്ട്മെന്റ് റാലിയെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ 4 വർഷത്തെ സേവനമെന്നുള്ള പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന് വേണ്ടി ഏത് ചെറുപ്പക്കാരാ മുന്നോട്ട് വരിക? സ്വാഭാവികമായിട്ടും RSS നിശ്ചയിക്കുന്ന RSSന്റെ ശാഖയാക്കി രാജ്യത്തെ സേനയെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പദ്ധതിയായിട്ട് നാളെ ഈ പദ്ധതി മാറാൻ വേണ്ടി പോവുകയാണ്. മറ്റു ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കോഴിക്കോട്. പയ്യന്നൂരിൽ നടക്കുന്നത് പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് A വിജയരാഘവൻ. മാധ്യമങ്ങൾ CPIMനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ്. പയ്യന്നൂരിലെ പാർട്ടി ഒറ്റക്കെട്ടായി നേതൃത്വത്തിനൊപ്പമുണ്ടെന്നും വിജയരാഘവൻ. പാർട്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ തകർക്കാൻ വലിയ പരിശ്രമം നടക്കും. അതിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ആ ശ്രമം നടത്തും. നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു സംഘം മാധ്യമങ്ങളും ആ ശ്രമം നടത്തും. പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വമാകെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചെങ്കൊടിക്കൊപ്പമാണ്, ചെങ്കൊടിയുടെ നിയന്ത്രണത്തിലുമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് പാർട്ടി. ഇതിനെ തകർക്കാം എന്നുള്ള നിലയിൽ പയ്യന്നൂരിന് ചുറ്റും നിന്നുകൊണ്ട് കഥകളും ഉപകഥകളും ചമച്ച് വ്യാജ വാർത്തകൾ നിർമ്മിച്ച് ജനങ്ങൾക്കിടയിൽ CPIMനെ കുറിച്ചുള്ള മതിപ്പ് തകർക്കാൻ നടത്തുന്ന ഒരു പരിശ്രമത്തിനും ഈ നാട് കീഴടങ്ങില്ല എന്ന കാര്യം മാത്രം ഞാനിവിടെ ആമുഖമായി സൂചിപ്പിക്കും. RSS പരിപാടിയിൽ KN ഖാദർ പങ്കെടുത്ത വിഷയത്തിൽ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ. അതേസമയം ഖാദറിൻ്റെ വിശദീകരണം തൃപ്തികരമാണോ എന്ന് പരിശോധിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കൂടുതൽ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായില്ല. ഖാദറിൻ്റെ നടപടി ലീഗ് നിലപാടിന് വിരുദ്ധമെന്നായിരുന്നു MK മുനീറിൻ്റെ പ്രതികരണം. RSS പ്രസിദ്ധീകരണമായ കേസരി പഠന കേന്ദ്രം
കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ അതിഥിയായി പങ്കെടുത്തത്. RSS ദേശീയ നേതാവ് J നന്ദകുമാർ ഖാദറിനെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചതും RSS നേതാവിനെ പുകഴ്ത്തിയുള്ള ഖാദറിന്റെ പ്രസംഗവും ലീഗ് നേതൃത്വത്തെ വെട്ടിലാക്കി. നമ്മൾ നല്ല പാർട്ടിക്കാരാണ്, അച്ചടക്കമുള്ള പാർട്ടിക്കാരാണ്. നമ്മൾ എവിടേക്കും പോകുമ്പോഴോ വരുമ്പോഴൊക്കെ നോക്കണം, നമുക്കണ്ട് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. പാർട്ടിക്കാരാകുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ അപ്പം തന്നെ നമ്മൾ പോകേണ്ടതില്ല. ഖാദറിന്റെ വിശദീകരണം തൃപ്തികരമാണോ എന്ന് പരിശോധിക്കുമെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. RSS വേദിയിൽ ലീഗ് നേതാക്കൾ പോകാറില്ലെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. അല്ല, അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരു വാർത്ത വന്നു ചില ചാനലുകളിൽ, അപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചന്വേഷിച്ചിരുന്നു. അത് സംബന്ധിച്ച് എന്താ പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. മനുഷ്യനല്ലേ, ഓരോ വാക്ക് പറയുമ്പോഴേക്ക് നമുക്ക് എടുത്തിടാൻ പറ്റില്ല, വിശദീകരണമൊക്കെ ചോദിക്കണമല്ലോ. അതേസമയം KN ഖാദറിനെതിരെ രൂക്ഷ വിമർശനവുമായി MK മുനീർ രംഗത്ത് വന്നു. വിഷയം പാർട്ടി നയത്തിനെതിരാണെന്ന് മുനീർ പറഞ്ഞു. ഇക്കാര്യം പാർട്ടി ഗൗരവത്തോടെ ചർച്ച ചെയ്യും. KN ഖാദറിന്റെ വിശദീകരണം കൂടി കേൾക്കുമെന്നും മുനീർ വ്യക്തമാക്കി. അനുമതി വാങ്ങിയതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഞങ്ങളുടെ ഉന്നതാധികാര സമിതിയിൽ അനുമതി വാങ്ങിയിട്ടില്ല. ലീഗ് നയത്തിനെതിരാണ് ഇതിൽ സംബന്ധിച്ചത്. അത് പക്ഷേ വളരെ ഗൗരവമായി പാർട്ടി ചർച്ച ചെയ്യും. ഇനി അദ്ദേഹത്തിന് പാർട്ടിക്ക് മുന്നിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കും. എന്നാൽ RSSന്റെ പരിപാടി എന്ന നിലക്കല്ല പങ്കെടുത്തതെന്നാണ് KN ഖാദറിന്റെ വിശദീകരണം. സാംസ്കാരിക പരിപാടിയിലാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞ് വിവാദത്തെ ലഘൂകരിക്കാനുള്ള ശ്രമത്തിലാണ് ഖാദർ. ഖാദറിന്റെ നടപടിയിൽ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കടുത്ത പ്രതിഷേധത്തിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്. KN ഖാദർ വിഷയത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KN ഖാദർ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല, ഒന്നും അറിയില്ല എന്നൊക്കെയാണ് VD സതീശൻ ദില്ലിയിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൽ വിവാദം ഉടലെടുക്കുമ്പോൾ ഇക്കാര്യം അറിയില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. അറിയില്ല, എനിക്കറിയില്ല, ഒരു വിവരവും എനിക്കത് സംബന്ധിച്ചില്ല. MM മണിയെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ച് ഏർനാട് MLA PK ബഷീർ. കറുപ്പ് കണ്ടാൽ ഭയക്കുന്ന മുഖ്യമന്ത്രി MM മണിയെ കണ്ടാൽ എന്താകും സ്ഥിതിയെന്നായിരുന്നു പരിഹാസം. സാദിഖ് അലി തങ്ങളുടെ വയനാട് പര്യടന കൺവെൻഷൻ വേദിയിലാണ് പരാമർശം. MM മണിയുടെ കണ്ണും മോറും കറുപ്പല്ലേ എന്നായിരുന്നു PK ബഷീർ MLA വർത്തമാനം. കറുപ്പ് കണ്ട ഇയാൾക്ക് പേടി, പുറത്ത കണ്ട ഇയാൾക്ക് പേടി. ഇനി എനിക്കൊരു പേടി എന്താ വെച്ചാൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് MM മണി ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നില്ല ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. കാരണം അയാളെ കണ്ണുമോറും കറുപ്പല്ലേ, അയാളെ കണ്ണുമോറും കറുപ്പല്ലേ. PK ബഷീറിൻ്റെ ആ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇത്. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണിത്. വലിയ പ്രതികരണങ്ങൾ ജനാധിപത്യ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. മറ്റു വാർത്തകളിലേക്ക് പോകാം. പ്രവാചക നിന്ദയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയതിനെതിരായ ഹർജിയിൽ ആരോപണങ്ങൾ നിഷേധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ജംഇയ്യത്തുൽ ഉലമാ എ ഹിന്ദ് സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ പ്രതികരണം. നിയമപ്രകാരം അധികാരികൾ കൈക്കൊള്ളുന്ന നടപടികളെ തെറ്റായി ചിത്രീകരിക്കലാണ് ജംഇയ്യത്തുൽ ഉലമാ എ ഹിന്ദ് ശ്രമിക്കുന്നതെന്ന് UP സർക്കാർ ആരോപിച്ചു. നിർമ്മാണം അനധികൃതമാണെന്നും കാൺപൂരിലെ 2 ഉടമകളും സമ്മതിച്ചിട്ടുണ്ട്. പൊളിക്കൽ നടപടികൾ ബാധിച്ച ഒരു കക്ഷിയും കോടതിയെ സമീപിച്ചിട്ടില്ല എന്നുമാണ് UP സർക്കാർ കോടതിയെ അറിയിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിനെ ED വീണ്ടും ചോദ്യം ചെയ്തു. കോടതിക്ക് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ED സ്വപ്നയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. രാവിലെ 11 മണിയോടെയാണ് സ്വപ്ന കൊച്ചിയിലെ ED ഓഫീസിൽ മൊഴി നൽകാനെത്തിയത്. ഇതിന് തൊട്ടു മുൻപ് അഭിഭാഷകരുമായി സ്വപ്ന കൂടിക്കാഴ്ച നടത്തി. EDക്ക് നൽകേണ്ട മൊഴി സംബന്ധിച്ച് അഭിഭാഷകരുമായി സംസാരിച്ച് വ്യക്തത വരുത്തി. സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാനും ED നിർദ്ദേശിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന സ്വപ്ന ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പുതിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. കൂടാതെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും രഹസ്യമൊഴി നൽകാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതി അനുമതിയോടെ സ്വപ്ന രഹസ്യമൊഴി നൽകി. ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ED ശേഖരിച്ചിരുന്നു. ഇതുകൂടാതെ സ്വപ്ന കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പും കോടതി അനുമതി പ്രകാരം EDക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സ്വപ്നയെ വീണ്ടും ചോദ്യം ചെയ്യാനായി ED വിളിച്ചു വരുത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.
യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകി വിട്ടയക്കണം. അതേസമയം ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ കീഴടങ്ങണമെന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടു. ഈ മാസം 27 മുതൽ അടുത്ത മാസം 3 വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ പ്രതിയെ പോലീസിന് ചോദ്യം ചെയ്യാം. പരിമിതമായ കസ്റ്റഡി അനുവദിക്കുന്നതായി കോടതി വ്യക്തമാക്കി. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 5 ലക്ഷം രൂപയുടെയും 2 പേരുടെ ആൾജാമ്യത്തിലും വിട്ടയക്കണം. കേരളത്തിന് പുറത്തു പോകരുതെന്നും പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. ഇരയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിലടക്കം ഒരു പരാമർശവും നടത്തരുത്. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ല. ഉഭയസമ്മതപ്രകാരമാണോ ലൈംഗിക ബന്ധമെന്ന് ഈ കോടതി പരിശോധിക്കുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് വിചാരണാ സമയത്ത് വിചാരണ കോടതിയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഉഭയസമ്മതപ്രകാരമായിരുന്നു ലൈംഗിക ബന്ധമെന്നും ബ്ലാക്ക് മെയിലിംഗാണ് പരാതിക്ക് പിന്നിലെ ലക്ഷ്യമെന്നുമായിരുന്നു വിജയബാബുവിൻ്റെ വാദം. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് സർക്കാരും അതിജീവിതയും ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള പ്രതിയുടെ ഉറപ്പ് കോടതി മുഖവിലക്കെടുത്തു. ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിൽ വിജയബാബുവിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി നേരത്തെ തീർപ്പാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂകമ്പം, 1000-ഓളം പേരാണ് മരിച്ചത്. അഫ്ഗാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പാകിസ്ഥാനിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലാണ് ഭൂകമ്പമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. ദുരന്തമുണ്ടായ പ്രദേശത്ത് അഫ്ഗാൻ വ്യോമസേന രക്ഷാപ്രവർത്തനം തുടരുകയാണ്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് നഗരത്തിൽ നിന്ന് 44 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 51 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനമുണ്ടായത്. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ഭൂചലനം അനുഭവപ്പെട്ടതായി യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. ഇസ്ലാമാബാദിലും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും നേരിയ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലാഹോർ, മുളട്ടാൻ, ക്വറ്റ എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ മറ്റ് നിരവധി പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്. വാർത്തകളിലേക്ക്. മനുഷ്യക്കടത്ത് സംഘത്തിന്റെ കെണിയിൽ അകപ്പെട്ട് ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതായി കോട്ടയം സ്വദേശിയായ വീട്ടമ്മ. തയ്യൽ ജോലി വാഗ്ദാനം ചെയ്ത് കുവൈറ്റിലെത്തിച്ച ശേഷം അറബിക്ക് വിറ്റു. നടന്നത് അടിമക്കച്ചവടം ആണെന്നും മനുഷ്യക്കടത്തിനിരയായ വീട്ടമ്മ കൈരളി ന്യൂസിനോട് പങ്കുവച്ചു. കോട്ടയം സ്വദേശിനിക്ക് തയ്യൽ ജോലി വാഗ്ദാനം ചെയ്താണ് കുവൈറ്റിലെത്തിച്ചത്. എന്നാൽ കുവൈറ്റിലെത്തിയ ശേഷം അറബിക്ക് വിറ്റതായി വീട്ടമ്മ പരാതിപ്പെടുന്നു. മലയാളിയായ അലിയായിരുന്നു ഇവരുടെ സ്പോൺസർ. ഒരു അറബിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അറബിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ചെന്നൈ അന്ന് തന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പം ഇയാൾ പറഞ്ഞ്, സ്പോൺസർ പറഞ്ഞ് ഇപ്പം ഇറങ്ങല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്ന് ഇവരെന്നെ എടുക്കുമെന്നറിയാണ്ട് ഈ കാറിൻ്റെ ഗ്ലാസ്സിനകത്തൂടെ നോക്കി ഇവരെ ഞാൻ എന്നെ എടുക്കുക. അന്നേരം ഈ അറബി ഇയാടയിൽ കുറേ എന്തോ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് തോന്നി ഇത് കാശായിരിക്കുമെന്ന്. ഞാൻ നേരം എൻ്റെ ഈ കൂട്ടുകാരത്തിയോട് വിളിച്ച് ഞാൻ ചോദിച്ച്, എടി ഇന്നപോലെ ഇയാൾ എന്നെ വിറ്റിട്ട് കാശ് മേടിക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അല്ല 15 ദിവസം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എഗ്രിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഒരാൾക്ക് അറബിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 15 ദിവസത്തിനുള്ളിൽ അങ്ങനെയുള്ളൊരു നിയമം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എഗ്രിമെൻ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇയാൾ ഈ എഗ്രിമെൻ്റ് ഇതുമെല്ലാം അന്നേരം തന്നെ റെഡിയാക്കി കൊടുത്തിട്ടാണ് എന്നെ അവിടെ കൊടുത്ത് കാശ് മേടിച്ചത്. 2 മാസത്തോളം കുവൈറ്റിൽ അടുക്കളപ്പണിയാണ് ഈ വീട്ടമ്മ ചെയ്തത്. ഈ കാലയളവിൽ ക്രൂരപീഡനമാണ് ഇവർ ഏറ്റുവാങ്ങിയത്. അമിതമായ പണികളാണ് വീട്ടിൽ പണിയിപ്പിക്കുന്നത്. ആ പണിയും അവരുടെ അടി ഇടി എല്ലാം കൊണ്ട് അവർ തൊഴിക്കുകയൊക്കെ ചെയ്ത് തലക്കെട്ട് തൊഴിക്കുകയൊക്കെ ചെയ്ത് തലക്കെട്ട് തൊഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മൂക്കിൽ നിന്നും വയന്നൊക്കെ ബ്ലഡ് വരികയൊക്കെ ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ എന്നെ അവിടുത്തെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് അവിടെ നിന്ന് ഞാൻ എന്നേലും കട്ടുകൊണ്ട് പോയെന്നും പറഞ്ഞ്. അപ്പോൾ അലിയനോട് പറയാം കട്ടുകൊണ്ട് പോയെന്നും പിന്നെ നീ നിൻ്റെ നാട് കാണത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ ജന്മത്തിൽ നിന്റെ നാട് കാണാമെന്ന് ഓർക്കണ്ട, അതുകൊണ്ട് മര്യാദയ്ക്കവിടെ നിന്നോളാൻ എന്നോട് പറഞ്ഞു. അലിക്ക് ഇവർ 1.25 ലക്ഷം രൂപ നൽകിയാണ് കുവൈറ്റിലേക്ക് പോയത്. കൊല്ലം സ്വദേശി ഗായത്രി എന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത്. നാട്ടിൽ നിന്നടക്കം പണം അയച്ചു കൊടുത്ത ശേഷമാണ് വീട്ടമ്മയുടെ മോചനം സാധ്യമായത്. മോചനത്തിനായി നോർക്കയും ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ളവർ സഹായിച്ചു. നിരവധി മലയാളി സ്ത്രീകൾ അലിയുടെ വഞ്ചനയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും ഈ വീട്ടമ്മ പറയുന്നു. ക്യാമറമാൻ സാം ടുത്താർപ്പുറോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, കോട്ടയം.
കൊച്ചിയിലെ മനുഷ്യക്കടത്ത് കേസിൽ പരാതിയുമായി കൂടുതൽ യുവതികൾ രംഗത്ത് വന്നു. കുവൈറ്റിൽ കൊടിയ പീഡനത്തിന് ഇരയായതായി തൃക്കാക്കര സ്വദേശിനിയായ യുവതി പോലീസിൽ പരാതി നൽകി. നെഞ്ചിനും നടുവിനും ചവിട്ടിയെന്നും ഭക്ഷണമോ ചികിത്സയോ നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു. വഴങ്ങിയില്ലെങ്കിൽ IS-ന് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി. കുട്ടികളെ നോക്കാനെന്ന് പറഞ്ഞാണ് ഏജന്റ് തൃക്കാക്കര സ്വദേശിനിയായ യുവതിയെ ദുബായിൽ എത്തിച്ചത്. പിന്നീട് കുവൈറ്റിൽ അറബിക്ക് വിറ്റു. അറബിയുടെ വീട്ടിൽ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണെന്ന് പരാതിയിൽ പറയുന്നു. കഠിന ജോലി, വിശ്രമിക്കാൻ അനുവാദമില്ല, കുബൂസും കട്ടൻ ചായയും മാത്രമാണ് ഭക്ഷണം. 60,000 രൂപ ശമ്പളമായിരുന്നു വാഗ്ദാനം. പക്ഷെ 1 രൂപ പോലും തന്നില്ല. പ്രതിഷേധിച്ചപ്പോൾ നെഞ്ചിലും നടുവിലും ചവിട്ടി. പരിക്കേറ്റ് ചോര വന്നപ്പോൾ ചികിത്സ പോലും നൽകിയില്ല. ഒടുവിൽ ഏജന്റായ മജീദിൻ്റെ ഓഫീസിലേക്ക് തന്നെ മടക്കി അയച്ചു. മജീദിൻ്റെ ഓഫീസിൽ വെച്ചും മർദ്ദനമേറ്റു. വഴങ്ങിയില്ലെങ്കിൽ IS-ന് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. 20 വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് പോകാനോ നാട്ടിലെത്താനോ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. നാട്ടിൽ നിന്ന് ബന്ധുക്കൾ ഏജന്റ് മജീദിനെ ബന്ധപ്പെട്ടപ്പോൾ മടക്കി അയക്കണമെങ്കിൽ 3.5 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. ഒടുവിൽ മകൻ 50,000 രൂപ അയച്ചു കൊടുത്തു. ഏജന്റ് അറിയാതെ മൊബൈലിൽ ലൊക്കേഷൻ അയച്ചപ്പോഴാണ് മലയാളി സംഘടനകൾക്ക് തന്നെ രക്ഷപ്പെടുത്താനായത്. കണ്ണൂർ സ്വദേശിയായ മജീദാണ് പ്രധാന ഏജന്റെന്നും ഇയാളെ പിടികൂടിയാൽ സമാന രീതിയിൽ പെട്ടുപോയ ഒട്ടേറെ യുവതികളെ രക്ഷിക്കാൻ കഴിയുമെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. പുതുഹൃദയത്തിൽ വിജയത്തുടിപ്പുമായി വീണ്ടും ഫിനു ഷെറിൻ. ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഫിനു. ഹൃദയം പകുത്തു നൽകിയ വിഷ്ണുവിന്റെ കുടുംബത്തെ കണ്ട് സന്തോഷം പങ്കുവയ്ക്കാൻ ഫിനു കുടുംബസമേതം എൻ്റെ കുടുംബത്തിന് ഞാൻ സമർപ്പിക്കലാണ്. ഞാൻ ഒറ്റക്കല്ലല്ല വാങ്ങിയത്, ഒന്നും ഞാൻ വാങ്ങിയ ഒറ്റക്കല്ല. പിന്നെ വിഷ്ണുവേട്ടനുണ്ട്. മകൻ നഷ്ടമായതിൻ്റെ വേദന ഉള്ളിലൊതുക്കി വിഷ്ണുവിൻ്റെ അമ്മ ബീനയും അച്ഛൻ സുനിലും സഹോദരി ലക്ഷ്മിയും ഫിനുവിനെ ചേർത്ത് നിർത്തി. 5 പേർക്ക് ഇപ്പോൾ ഒരു ജീവിതം കിട്ടി. ഇപ്പോൾ ഇല്ല, അപ്പോൾ ഒരു 5 പേര് ജീവിതം, ബാക്കി 4 പേരെ എനിക്ക് അറിയില്ല ആരാണെന്നുള്ള അഡ്രസ്സ് ഇവിടെ ഉണ്ടെന്നുള്ളൂ, പക്ഷേ ആരും അറിയില്ല. പക്ഷേ ഇവരെ അന്ന് മുതൽ ഇവിടെ വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു കുടുംബത്തിലൊരു അംഗമാര് തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ ഞങ്ങളെ വിളിക്കലുമുണ്ട്, പറയലുമുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളെ ഒരു കുട്ടീൻ്റെ ഒരു ഇതിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ഇതിൽ ഓനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അങ്ങനെ കുട്ടിക്കൊരു ജീവിതം കിട്ടി. ആ കുട്ടി അത് നല്ല രീതിയിൽ അവർ പോകുന്നുണ്ട്, അത് നല്ല വിദ്യാഭ്യാസം നല്ല പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫിനു ഷെറിന് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ബൈക്ക് അപകടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച വളയനാട് സ്വദേശി വിഷ്ണുവിൻ്റെ ഹൃദയം ഫിനുവിൽ മിടിക്കുന്നു. ഡോക്ടറാവണമെന്നാണ് ആഗ്രഹം. നീറ്റ് എഴുതി എൻട്രൻസ് വാങ്ങണം, അത് കിട്ടിയിട്ട് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറണം എന്നാണ് ആഗ്രഹം. എന്നിട്ട് കാർഡിയോളജിസ്റ്റ് ആവണം. എനിക്ക് ഇത് സംഭവിച്ചാലാണോ അറിയില്ല, കാർഡിയോളജിസ്റ്റ് ആണെങ്ങനെ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് വാങ്ങിയെടുക്കണം. 3 വർഷം മുമ്പ് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സ മുടക്കമില്ലാതെ തുടരുന്നു. പൊതുപ്രവർത്തകൻ സലീം മടവൂരിൻ്റെ നേതൃത്വത്തിലുള്ള ചികിത്സാ സഹായ കമ്മിറ്റി ഫിനുവിന് താങ്ങായി കൂടെയുണ്ട്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം കോഴിക്കോട് നിന്നും AK ലതീഷ്. അതാണ് മനുഷ്യത്വത്തിന് ഒറ്റ ഭാഷയുള്ളൂ, അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. നിറവും അതേ ഹൃദയത്തിൻ്റെതായ നിറം മാത്രമാണ്. നോക്കൂ മറ്റൊരു വാർത്തയിലേക്ക്. ഇതിൽ നിന്ന് പാലക്കാട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ബാറ്റ് കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പാലക്കാട് നരിക്കുത്തി സ്വദേശി അനസാണ് മരിച്ചത്. അടിച്ചു വീഴ്ത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. നരിക്കുത്തി സ്വദേശി ഫിറോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൊലപാതകം. അപകടത്തിൽ പരിക്കുപറ്റിയെന്ന് പറഞ്ഞാണ് അനസിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ മർദ്ദനമേറ്റ് മരിച്ചതാണെന്ന് കണ്ടെത്തി. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് അനസെന്ന് സഹോദരൻ ഹാരിസ് പറഞ്ഞു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുൻപിൽ വെച്ചാണ് ബൈക്കിലെത്തിയ പ്രതികൾ ഫിറോസും സഹോദരൻ റഫീഖും ബാറ്റുകൊണ്ട് അനസിനെ അടിച്ചു വീഴ്ത്തിയത്. ഫിറോസാണ് മർദ്ദിച്ചത്. ബോധരഹിതനായി വീണ അനസിനെ ഫിറോസ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ റഫീഖ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. കൈരളി ന്യൂസ്, പാലക്കാട്. ഒരറ്റത്ത് ഹൃദയത്തിൻ്റെ ഭാഷയും ഹൃദയമില്ലാത്തവരുടെ ഭാഷയും, ആ രണ്ട് വാർത്തകളാണ് നാം കണ്ടത്. ഇനി മറ്റു വാർത്തകളിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന സമിതി അംഗം വി ബാലകൃഷ്ണ ഷെട്ടി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദത്തിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാവാൻ സുന്ദരയ്ക്ക് നോട്ടീസ് നൽകി. 29-ന് കോടതിയിൽ ഹാജരാകാനാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി നോട്ടീസ് നൽകിയത്. കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയെ ഭീഷണിപ്പെടുത്തിയാണ് പത്രിക പിൻവലിച്ചതെന്നും അതിനാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ നിലനിൽക്കുമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയുടെ നാമനിർദ്ദേശ പത്രിക ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപയും 8,000 രൂപയുടെ സ്മാർട്ട് ഫോണും പാരിതോഷികം നൽകി പിൻവലിപ്പിച്ചു എന്നതാണ് കേസ്. ആറ്റിങ്ങൽ മാമത്ത് ടാങ്കർ ലോറിയിൽ കാറിടിച്ച് കയറ്റിയുണ്ടായ അപകടത്തിൽ അച്ഛനും മകനും മരിച്ചു. മണികണ്ഠേശ്വരം സ്വദേശി പ്രകാശ് ദേവരാജ്, മകൻ ശിവദേവ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11-ന് ആയിരുന്നു മാമം പെട്രോൾ പമ്പിന് സമീപത്ത് സംഭവം. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്കായിരുന്നു സംഭവം. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ടാങ്കർ ലോറിയിലേക്ക് അമിതവേഗത്തിൽ കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. അപകടത്തിൽ തിരുവനന്തപുരം മണികണ്ഠേശ്വരം സ്വദേശി പ്രകാശ് ദേവരാജനും മകൻ 12 വയസ്സുകാരൻ ശിവദേവുമാണ് മരിച്ചത്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാറിനുള്ളിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രകാശ് ദേവരാജിന്റെ ഭാര്യ വിദേശത്താണ്. ഭാര്യയെയും അവരുടെ ചില സുഹൃത്തുക്കളെയും കുറിച്ച് കത്തിൽ പരാമർശമുള്ളതായും സൂചനയുണ്ട്. ആത്മഹത്യാ സൂചനയുള്ള പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ ഇട്ട ശേഷം കാർ ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യശാല അനുവദിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. വൈൻ ഉൽപ്പാദനത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുന്ന തരത്തിൽ സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ IT മേഖലയിലുള്ള ജീവനക്കാർക്ക് ഞങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള മദ്യം കഴിക്കാൻ സൗകര്യം ലഭിക്കുന്നില്ല എന്ന അവരുടെ പ്രശ്നം ഉയർത്തിക്കൊന്നപ്പോഴാണ് ഗവൺമെൻറ് ആ രീതിയിലുള്ളൊരു മദ്യനയം അംഗീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, വരുന്നില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾക്ക് അതിനകത്ത് നിർബന്ധമൊന്നുമില്ല. അതായത് ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് അപ്പോഴേക്ക് മറ്റ് ബാറെല്ലാം അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് അവർക്കവിടെ ലഭിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൈൻ പോലുള്ള സാധനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് കൃഷിക്കാർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടത് നല്ല നിലയിൽ തന്നെ കൈകാര്യം ചെയ്യണം തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ ഹൈക്കോടതിയുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാർ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. എല്ലാ മാസവും 5-ാം തീയതിക്കകം ശമ്പളം നൽകണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഹൈക്കോടതി വിധി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിൽ സാധാരണക്കാരുടെ ശമ്പളം താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഡ്രൈവർ കണ്ടക്ടർ തസ്തികയിലുള്ള ആളുകളുടെ ശമ്പളം കൊടുക്കാതെ മുകളിലുള്ളവർക്ക് ശമ്പളം കൊടുത്ത ചരിത്രമില്ല. മാത്രമല്ല ജഡ്ജ്മെന്റ് കണ്ടിട്ടുമില്ല. ജഡ്ജ്മെന്റ് കാണാതെ എങ്ങനെ അഭിപ്രായം പറയണം? അത് മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ആ ഉത്തരവിൻ്റെ വ്യാഖ്യാനിച്ചതെന്നുള്ള എനിക്കറിയില്ല.
ആ ഉത്തരവ് കണ്ട് പഠിച്ച് മനസ്സിലാക്കാതെ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യണമെന്നുള്ളത് ഹൈക്കോടതി ഉത്തരവ് പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം. അതേസമയം ഈ മാസം 27-ന് വീണ്ടും യൂണിയനുകളുമായി ചർച്ച നടത്താനാണ് മന്ത്രിയുടെ തീരുമാനം. എന്നാൽ ചർച്ച നടക്കുന്നവരെയും സമരം തുടരാനാണ് യൂണിയനുകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ വൈകാരിക നിമിഷങ്ങൾക്കാണ് മുംബൈ സാക്ഷ്യം വഹിക്കുന്നത്. ഉദ്ധവ് താക്കറെയും കുടുംബവും ഔദ്യോഗിക വസതി വിടുന്നു. രാജിവെക്കരുത് എന്ന ആവശ്യവുമായി മുംബൈയിൽ ശിവസൈനികർ തടിച്ചുകൂടിയിരിക്കുന്നു. വസതിക്ക് മുന്നിൽ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നേരത്തെ തന്നെ രാജ്യസന്നദ്ധത ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അറിയിച്ചിരുന്നു. ഇപ്പോൾ പ്രേംലാൽ കൂടി അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രേംലാൽ, വൈകാരിക നിമിഷങ്ങളിലേക്കാണ് മുംബൈ എടുത്തെറിയുന്നത്. ഒരിക്കൽ കൂടി നിരവധി മുഹൂർത്തങ്ങളുണ്ട് ഇതിന് സമാനമായ. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതിന്റെ സൂചന തന്നെയാണ് ഉദ്ധവ് താക്കറെ ആ വസതി വിടുമ്പോൾ രൂപപ്പെടുന്നത്. എന്താണ് അവിടെ തടിച്ചുകൂടിയ ശിവസൈനികർ പറയുന്നത്? ഉടൻ തന്നെ ഒഴിയാൻ തീരുമാനിച്ചത്. ബാക്കിയുള്ള വസതിയായ മദോസയിലേക്ക് മടങ്ങാനാണ് തീരുമാനം. അതേസമയം ശിവസേന അണികൾ ഷിൻഡയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്ന വലിയൊരു ദോഷമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് വിമതർക്കിടയിൽ മാത്രമല്ല BJP വൃത്തങ്ങളിലും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. വലിയൊരു കലാപത്തിലേക്ക് തന്നെ ഈ നടപടികൾ വഴിവെക്കുമോ എന്നുള്ള ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ കുടുംബസമേതമാണോ ഉദ്ധവ് താക്കറെ പുറത്തേക്ക് പോകുന്നത്? ഉദ്ധവ് താക്കറെയും ഉണ്ടോ? അതെ, ഉദ്ധവ് താക്കറെ മാധവസ്ഥയിലേക്ക് മടങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്ന് വൈകുന്നേരമാണ് ശരത് പവാറും സുപ്രിയ സുലെയും മറ്റ് സഖ്യകക്ഷികളുമായിട്ടുള്ള യോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം അദ്ദേഹം എടുത്തത്. എന്നാൽ ഷിൻഡയുടെ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ലാതെ ആണ് തുടരുന്നത്. ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെ തുടരുമെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് കുറച്ചു നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവസരം ലഭിച്ചാൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും ഷിൻഡെ പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ നിലനിൽപ്പിന് അസ്വാഭാവിക മുന്നണിയിൽ നിന്ന് പുറത്തു പോകണമെന്നും മഹാവികാസ് അഘാടി സഖ്യവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും. തീർച്ചയായും ഷിൻഡയുടെ ഈ വാദങ്ങൾക്കുള്ള ഏറ്റവും വലിയ വൈകാരിക തിരിച്ചടിയാണ് ഇപ്പോൾ മുംബൈ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ശിവസേന നൽകിക്കൊണ്ടിരിക്കുന്നത്, ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ നൽകിക്കൊണ്ടിരിക്കുന്നത്. വീട് വിട്ടിറങ്ങുന്നു, വൈകാരികമായ നിമിഷങ്ങൾ. ഒരുപക്ഷെ റാവത്ത് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കില്ല എന്ന്. രാജിവെക്കരുത് എന്നാണ് ശിവസേനയുടെ പ്രവർത്തകരും ഇപ്പോൾ ഉദ്ധവിനോട് ആവശ്യപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും ഈ സാഹചര്യത്തിൽ ശരത് പവാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നടപടിയുമായി ഷിൻഡെ മുന്നോട്ട് പോയാൽ അത് വലിയൊരു കലാപത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിന് വിമതർ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഹിന്ദുത്വ കാർഡ് ഇറക്കിയാണ് ഷിൻഡെ അണികളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ബാൽ താക്കറെയുടെ സ്റ്റൈലിൽ നിന്ന് നേരെ വിപരീതമായി മൃദു സമീപനത്തോടെയുള്ള പ്രവർത്തന രീതിയാണ് ഉദ്ധവ് താക്കറെ അവലംബിച്ചു പോന്നിട്ടുള്ളത്. അത് അണികളിൽ വലിയ മഹാരാഷ്ട്രയിൽ വലിയ ജനപ്രീതിയാണ് ഉദ്ധവ് താക്കറെക്കുള്ളത്. തീർച്ചയായും പ്രേംലാൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ആദിത്യ താക്കറെ അടക്കമുള്ളവർ പോകുന്നത് നാം കണ്ടു. ഉദ്ധവ് താക്കറെ ഇപ്പോൾ വസതി വിട്ടോ? പൂർണ്ണമായും പോയോ? അദ്ദേഹം വസതി വിട്ടുപോയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മീറ്റിംഗിന് ശേഷം താൻ മഹാരാഷ്ട്രയിലേക്ക് മടങ്ങുകയാണ്. തനിക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ലെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ സമ്പർക്ക വിലക്കിലായിരിക്കണം ഇപ്പോൾ. തീർച്ചയായും. അതായത് ഈ അവിടെ കൂടിയ ശിവസൈനികർ എന്താണ് പറയുന്നത്? ശിവസൈനികർ വളരെ വൈകാരികമായിട്ട് തന്നെയാണ്. കാരണം ശിവസേനയിലൂടെ വളർന്ന ഏക്നാഥ് ഷിൻഡെ പുറകിൽ നിന്ന് കുത്തിയൊരു അനുഭവമാണ്. അത് തന്നെയാണ് ഒരു വളരെ ഞെട്ടലോടെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ ഈ ഒരു നീക്കത്തെ ശിവസൈനികർ കണ്ടിട്ടുള്ളത്. 2 ദിവസമായി ശിവസേന ഭവൻ, ദാദറിലെ ശിവസേന ഭവന് മുമ്പിൽ വലിയ പ്രതിഷേധം, സ്ത്രീകളടങ്ങുന്ന ശിവസേന പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം. പലരും കരയുകയായിരുന്നു. പല സ്ത്രീകളും കരഞ്ഞുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചത്. മഹാരാഷ്ട്രയുടെ പല പ്രദേശങ്ങളിലും സ്ത്രീകൾ തെരുവിലിറങ്ങി ഷിൻഡെക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നൊരു ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വലിയൊരു സാഹസത്തിന് വിമതർ തയ്യാറാകുമോ? പല വിമതരും ഇപ്പോൾ ശിവസേനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. തിരിച്ചു വരാനുള്ള ഒരു വികാരവും അവരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നാളെ നമുക്ക് ഇതിന്റെ കൃത്യമായ ഒരു ചിത്രം നാളെ തെളിയുമെന്നാണ് മഹാരാഷ്ട്ര ഈ ഒരു ചിത്രം നാളെ രാവിലെയോടെ തെളിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
തീർച്ചയായും വളരെ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് മുംബൈ കടന്നു പോകുന്നത്. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് സർക്കാരിനെ താഴെയിറക്കാനുള്ള BJPയുടെ നീക്കങ്ങൾക്കുള്ള വലിയ തിരിച്ചടി തന്നെയാണ് മുംബൈ തെരുവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ധവ് താക്കറെയും കുടുംബവും കുടുംബസമേതം തന്നെ പുറത്തേക്ക് ഔദ്യോഗിക വസതി വിടുകയാണ്. ജനങ്ങളെ, ശിവസൈനികരുടെ വലിയ ജനാവലിയെ കീറിമുറിച്ചാണ് ആ വാഹനം പുറത്തേക്ക് പോകുന്നത്. മുദ്രാവാക്യങ്ങളുമായി വൈകാരികമായി തന്നെയാണ് ഉദ്ധവ് താക്കറെയോട് ശിവസേനയുടെ പ്രവർത്തകർ പ്രതികരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നാം കാണുന്നത്. സ്വന്തം വീടായ മാധോശ്രീയിലേക്ക് പോകും എന്നാണ് ഉദ്ധവ് താക്കറെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഫേസ്ബുക്ക് ലൈവിൽ ഉദ്ധവ് താക്കറെ രാജിസന്നദ്ധയെ അറിയിച്ചിരുന്നു. അതിനുശേഷം റാവത്ത് അടക്കം എത്തി രാജിവെക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ശിവസേന ഒന്നടങ്കം ഉദ്ധവ് താക്കറെയോട് രാജിവെക്കരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഒപ്പം ശിവസേന പ്രവർത്തകരും അതുതന്നെയാണ് മുംബൈ തെരുവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടി. ഇത് വലിയ തിരിച്ചടി BJPക്കുണ്ട്. വിമതരായ പല MLA-മാരും തിരിച്ച് ഉദ്ധവ് താക്കറെയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്നും വാർത്തകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പ്രേംലാൽ നൽകിയത്.